എൻ്റെ ഒരു ഭാഗ്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ 81, 82 കാലഘട്ടങ്ങളിലാണ് ഞാൻ മിമിക്രിയുമായിട്ട് നടക്കുമ്പോൾ ചെമ്പൈ സംഗീതോത്സവം പാലക്കാട് വെച്ച് നടക്കുന്നു. അപ്പോൾ അതിൽ മിമിക്രി കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അവിടെ ചെന്ന് മിമിക്രി കാണിക്കാൻ കയറുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ദാസേട്ടനാണ് ഇനാഗുറേഷൻ. ദാസേട്ടൻ വരാൻ കുറച്ച് ലേറ്റാവും, 10 മിനിറ്റ്. അപ്പോൾ എന്തെങ്കിലും കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്നത്. സ്റ്റേജിൽ മിമിക്രി തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും സാക്ഷാൽ ഗാനഗന്ധർവൻ നേരിട്ട് വരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ കാണുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്നതാണ് ഞാൻ. അങ്ങനെ എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വേണ്ട, അവിടെ ഒന്ന് കാണിക്കട്ടെ അയാളുടെ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ടാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കത് മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനും ഫാമിലിയും പ്രഭചേച്ചിയൊക്കെ ഉണ്ട്. അവർ മുമ്പിലിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മിമിക്രി കാണിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ദാസേട്ടൻ്റെ മുഖം. ദാസേട്ടൻ ഒരു ടർക്കി ടൗൽ ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നത് മുഴുവൻ എനിക്ക് ഇപ്പോഴും. ദാസേട്ടന്റെ ഗാനമേള ഡണ്ടിൽ മിമിക്രി കാണിച്ചിട്ടുള്ളത് ചുരുക്കം ചില ആൾക്കാരാണ്. അന്ന് ഞാൻ വന്നിട്ടില്ല. വന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു വന്ന കഥയുടെ ഒരു ഏറ്റവും ഇതെന്ന് വെച്ചാൽ ദാസേട്ടൻ ആ പ്രോഗ്രാം മുഴുവൻ ചിരിച്ചു കഴിഞ്ഞ് നേരെ സ്റ്റേജിലേക്ക് വന്ന് ഞാൻ കാല് തൊട്ട് തൊഴുത് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞിങ്ങനെ വളരെ നന്നായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. എങ്കില് അടുത്ത ആഴ്ച ബോംബെയിലേക്ക് വന്നോളൂ, അവിടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അടുത്ത ആഴ്ച നേരെ പോന്നു. ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം ദാസേട്ടൻ്റെ കൂടെ ഇന്റർവെല്ലില്. അപ്പോൾ അത് ഞാൻ ഒരുപാട് കാലം ഈ ചെറിയ ഓഡിയോ കാസറ്റിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെവിടെയോ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അടുത്തതായി ഒരു 5 നിമിഷം വിശ്രമമാണ് നിങ്ങൾക്കും എനിക്കും. പക്ഷെ ആരും പോണമെന്നില്ല. നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെത്തിയിട്ടുണ്ട്. പേര് ജയറാം എന്നാണ്. അദ്ദേഹത്തിന് ഭയങ്കര വാശിയുണ്ട്. ഇതും കൂടെ പറഞ്ഞ് മിയ എന്തായാലും മിണ്ടണം കേട്ടോ, അല്ലെങ്കിൽ ആഹാരമൊക്കെ ഞാൻ പൈസ തരുന്നില്ല എന്ന്. ഇവിടെ വന്ന് വെറുതെ നിന്നിട്ട് പോകാൻ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാര്യമായിട്ട് ഈ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുക. അല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ ഒരു ഇൻട്രോ പറഞ്ഞ് അല്ലേ, അതൊരു വലിയ കാര്യമാണ്. പേര് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറയുന്നില്ല. ദാസേട്ടന്റെ കൂടെ ഉണ്ടായ ആളാണ്. അത് മാത്രല്ല, ധർമ്മൻ പറഞ്ഞു വന്നപ്പോ അതിങ്ങനെ ഓർത്തെടുത്ത. കാരണം അത് മാത്രല്ല, അത് കഴിഞ്ഞ് ദാസേട്ടൻ അന്ന് ഇവിടെ പാടുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ഈ ശബ്ദം, ദൈവമേ, ഈ ശബ്ദത്തിൽ ഒരു വാക്ക് ഒന്ന് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്റെ പ്രാർത്ഥന 100% സിൻസിയർ ആയിരുന്നു. 100 ഇടയ്ക്കൊരു പാട്ടാണ് ആ ശബ്ദം. കണ്ടു ഞാൻ